ഹായ് നമസ്കാരം, ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഷോ കണ്ടിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാണ് ഉണ്ടായത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് വീണ്ടും ആ സിനിമ ഒന്നുകൂടി കാണാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഞാനും മകനും കൂടിയിട്ട് ഇന്നലെ രാത്രി, ശരിക്കും ഒരു അർദ്ധരാത്രി 12 മണിയുടെ ഷോ കണ്ടു. എന്താ സിനിമ, ഇത്ര നല്ല സിനിമ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഇത്ര നല്ല സിനിമ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ഗംഭീരമായിരിക്കും സിനിമ. ഞാനങ്ങനെ നന്നായിട്ടൊന്നും അങ്ങനെ പറയാറില്ല. അത്ര ഗംഭീര സിനിമയാണ്. ഒരു ഭാഗം പോലും മോശമില്ലാത്തൊരു സിനിമ. ജിത്തു അഷ്റഫ് എന്ന സംവിധായകൻ നമിച്ചിരിക്കുന്നു. കാരണം എത്ര സംവിധായകർ ഇവിടെ ഉണ്ട്, എത്ര സംവിധായകരുണ്ട്. ഇവരെക്കാളൊക്കെ ഗംഭീരമായിട്ട് സിനിമ ഇതിന് മുകളിൽ ഡയറക്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അത്ര ഗംഭീരമായിട്ട് വലിയ സിനിമകൾ ചെയ്യുന്നതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ നമ്മൾ ഓരോ സിനിമകൾ, ആ സിനിമ വരുന്നു, ഇത്ര കോടി സിനിമ വരുന്നു, മറ്റേ സിനിമ വരുന്നു, മമ്മൂട്ടിയുടെ സിനിമ വരുന്നു, മോഹൻലാലിൻ്റെ സിനിമ വരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല സിനിമയാണെങ്കിൽ, നല്ല കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ ഏത് സിനിമയ്ക്കും വിജയിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ, നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള കുഞ്ചാക്കോ ബോബനെല്ലാം നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ജെക്സ് വിജയുടെ BGM ഒരു രക്ഷയില്ല. ഇത്രയും നല്ല BGM, കറക്റ്റ് ആപ്റ്റ്, അതായത് രാഗം തിയേറ്ററിൽ കണ്ടപ്പോൾ എന്താ പറയുക, ഇത്രയും ഗംഭീരമായിട്ട് എനിക്ക് ഒരു സിനിമയും ഇത്ര അടുത്ത കാലത്ത് കണ്ട് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ സിനിമയുടെ കഥ, തിരക്ക, സംഭാഷണം രചിച്ചുള്ള ഷാഹി കബീർ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഗംഭീരമാണ്. ഈ സിനിമ അതിനേക്കാളും ഏറ്റവും ടോപ്പാണ്. ഷാഹി കബീർ മലയാള സിനിമയിലെ ഏറ്റവും വലിയ തിരക്കുള്ള ഒരു എന്താ പറയുക, കഥ, തിരക്കഥ ചെയ്യുന്നൊരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ജെക്സ് വിജയുടെ BGM ഒരു രക്ഷയില്ല. ഇത്രയും നല്ല BGM, കറക്റ്റ് ആപ്റ്റ്, അതായത് രാഗം തിയേറ്ററിൽ കണ്ടപ്പോൾ എന്താ പറയുക, ഇത്രയും ഗംഭീരമായിട്ട് എനിക്ക് ഒരു സിനിമയും ഇത്ര അടുത്ത കാലത്ത് കണ്ട് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ സിനിമയുടെ കഥ, തിരക്ക, സംഭാഷണം രചിച്ചുള്ള ഷാഹി കബീർ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഗംഭീരമാണ്. ഈ സിനിമ അതിനേക്കാളും ഏറ്റവും ടോപ്പാണ്. ഷാഹി കബീർ മലയാള സിനിമയിലെ ഏറ്റവും വലിയ തിരക്കുള്ള ഒരു എന്താ പറയുക, കഥ, തിരക്കഥ ചെയ്യുന്നൊരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്.